ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നൊരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അത്യാവശ്യം മഴയൊക്കെ പെയ്തു. രാവിലെ കുറച്ച് തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. ഞങ്ങളെ മൊത്തത്തിൽ മഞ്ഞപ്പിത്തങ്ങ് തൂക്കി. അതാണ് സംഭവിച്ചത് ഞങ്ങളുടെ ലൈഫിൽ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഓയിൽ ഫ്രീ കുക്കിംഗ് ആണ്. കോളിഫ്ലവറും ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇട്ടൊരു സബ്ജി, ടേസ്റ്റി സബ്ജിയല്ല, ചെറിയൊരു ഓലിവ് ഓയിലിൽ ഒരു സബ്ജി ഉണ്ടാക്കി. അതേപോലെ എണ്ണയില്ലാതെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തു. മഞ്ഞപ്പിത്തം ബാധിച്ചാൽ അറിയാലോ, പഥ്യമാണ് മെയിൻ. എണ്ണ ഒക്കെ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇറച്ചിയും മുട്ട, മീൻ ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതേപോലെ ചപ്പാത്തിയോ സബ്ജിയോ അല്ലെങ്കിൽ പുട്ട്, ഉഴുന്ന് ദോശ, ഇഡ്ഡലി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്, റൊട്ടി. പിന്നെ ഉച്ചയാകുമ്പോൾ ഇതേപോലെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടൊരു കറി. താളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുക്കറിലൊരു വിസിൽ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കറികളൊക്കെ ആക്കി കഴിക്കുന്നത്. സാമ്പാറൊക്കെ വെച്ച് താളിക്കൂല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ അവക്കാഡോ, കുക്കുംബറും കുറച്ച് നാരങ്ങ നീര്, ഒലിവ് ഓയിൽ, സോൾട്ട്, പെപ്പർ ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ സാലഡാക്കി കഴിക്കും. ഇതൊക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. 2 ആഴ്ച കൊണ്ട് തന്നെ കുട്ടീനെ നോർമലായി. രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ, കാറ്റും മഴയായിരുന്നു. ഒരാഴ്ച ഞങ്ങൾക്ക് നല്ല വിശപ്പില്ലായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ലോണം വിശക്കാൻ തുടങ്ങി. എണീച്ച് നിൽക്കാൻ പോലും പറ്റാത്ത ക്ഷീണമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒന്ന് നോർമലായി വന്നത്. കുട്ടിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്കായിരുന്നു ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കും. പിന്നെ രാത്രി ഒരു പുലാവ് പോലെയാക്കി കോളിഫ്ലവറും ലെറ്റ്യൂസും സോയാബീനും ക്യാപ്സിക്കലിലും ഇട്ടിട്ട് ഇതേപോലെ കുറച്ച് ഒലിവ് ഓയിൽ ഒരു വിസിൽ കൊടുത്തിട്ടുള്ള ഒരു പുലാവാണ്. പുലാവ് എന്ന് പറയാം, ടേസ്റ്റൊന്നുമില്ല, പക്ഷേങ്കിൽ എന്താ പറയുക, നമുക്കിത് ഇപ്പം ടേസ്റ്റാണ്. കാരണം ഒന്നും കൂട്ടാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നമ്മൾ അതിനനുസരിച്ച് മാറും. അല്ല, എല്ലാ സാഹചര്യവും നമ്മൾ അതിജീവിക്കാൻ പഠിക്കണം. അപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ഇങ്ങനെയുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. ഒലിവ് ഓയിൽ കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അതും വളരെ കുറച്ചാണ് കേട്ടോ. പിന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കറിയാം, എല്ലാം സെപ്പറേറ്റ് വേണം. പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ്, ടോയ്ലറ്റ് അടക്കം നമുക്ക് സെപ്പറേറ്റ് വേണ്ടതാണ്. അപ്പോൾ നമ്മളതിനനുസരിച്ച് ക്ലോറിനേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ സാലഡ് നല്ലതാണ്. ഇതിങ്ങനെ കഴിച്ചാൽ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ കുട്ടിയൊക്കെ കഴിക്കുകയാണ്. ഈ കുട്ടി ഇനിയിപ്പോൾ നോർമലായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഇൻഷാല്ലാ കുറയുമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ പഥ്യത്തിൽ തന്നെ നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. പഥ്യമാണ് ഇതിന് മെയിൻ. ഈ മഴക്കാലമായതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ രാവിലെ തന്നെ കുളിക്കലൊക്കെ അത്ര പോസിബിളല്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുളിക്കാറൊക്കെ ഉണ്ട്. തലയൊക്കെ കുളിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. ചുമയും കൂടി ആയതുകൊണ്ട് അങ്ങനെ എന്നും കുളിക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സാലഡൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ ക്വാറൻറ്റൈൻ ലൈഫാണ്. ആ ഒരു ലൈഫൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.